ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സാധാരണ വരുന്ന പെയിനും ഹാർട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ചെസ്റ്റ് പെയിനും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, നിങ്ങൾ എമർജൻസി ആയിട്ട് ചെസ്റ്റ് പെയിനായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ എന്തൊക്കെ ബ്ലഡ് ടെസ്റ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യുന്നത്, അത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്നുമാണ്. നിങ്ങൾക്ക് സാധാരണ വരുന്ന ചെസ്റ്റ് പെയിൻ നിങ്ങൾ പറയും അത് ഗ്യാസിന്റെ പ്രോബ്ലം ആണെന്നൊക്കെ, പക്ഷേ യഥാർത്ഥ ഹാർട്ട് റിലേറ്റഡ് പെയിൻ ആണെങ്കിൽ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടതാണ്. എങ്ങനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്തറിയാം? നിങ്ങളുടെ ചെസ്റ്റിൽ ഒരു പെയിൻ വരിക, അതൊരു ഹെവിനെസ് പോലെ ടൈറ്റ്നെസ് ആയിട്ട് ഫീൽ ചെയ്യുക, ഒരാൾ കയറി ചെസ്റ്റിൽ ഇരിക്കുന്നത് പോലുള്ള ഒരു പെയിൻ, അത് 5 മിനിറ്റ്സ് ചെസ്റ്റിൽ അങ്ങനെ ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ആകും, വീണ്ടും ആ പെയിന് കണ്ടിന്യൂസ് ഇങ്ങനെ റിപ്പീറ്റ്ലി വന്നുകൊണ്ടിരിക്കുക. അങ്ങനെ വരുന്ന പെയിന് നിങ്ങളുടെ ലെഫ്റ്റ് ആമിലേക്ക് റേഡിയേറ്റ് ആകുക, അതുപോലെ തന്നെ ജോ ലൈനിൽ പെയിൻ വരിക, നിങ്ങളുടെ അപ്പർ ബാക്കിൽ പെയിൻ വരിക, നിങ്ങളുടെ അബ്ഡോമന്റെ അപ്പർ സൈഡിൽ സ്റ്റൊമക്കിന്റെ അപ്പർ സൈഡിൽ പെയിൻ വരിക. അങ്ങനെ ഈ പെയിന് റേഡിയേറ്റ് ആയി ഈ ഏരിയയിലൊക്കെ പെയിൻ ആയിട്ട് വരിക. അത് നിങ്ങൾക്ക് ഭയങ്കര ഡിസ്കംഫോർട്ടായിട്ട് തോന്നുക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി പോലെ തോന്നുക, അതായത് ശ്വാസം എടുക്കുവാനുള്ള ബുദ്ധിമുട്ട്, പാൽപിറ്റേഷൻ, ഹാർട്ട് ഭയങ്കരമായി പെട്ടെന്ന് അടിക്കുന്നതായിട്ട് തോന്നുക, അതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് വോമിറ്റിംഗ് തോന്നുക. ചില ആൾക്കാരിൽ വോമിറ്റിംഗ് കാണാറുണ്ട്. അതുപോലെ തന്നെ ടയർഡ്നെസ്, സ്വെറ്റ് ആകുക, പെട്ടെന്ന് ശരീരം വെട്ടി വിയർക്കുക. അങ്ങനെയൊക്കെ സാഹചര്യമാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യരുത്. രാവിലെ ആയിട്ട് ഡോക്ടറിനെ കാണാമെന്ന് പറയരുത്. എമർജൻസി ആയിട്ട് ഒന്നിൽ ആംബുലൻസ് വിളിക്കുകയോ, നിങ്ങൾ തന്നെ ഡ്രൈവ് ചെയ്ത് പോകരുത്, ആംബുലൻസ് വിളിക്കുകയോ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയോ ചെയ്യണം. ചെസ്റ്റ് പെയിൻ ആയിട്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടേഴ്സ് ചെയ്യുന്ന മേജർ ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ബ്ലഡ് ടെസ്റ്റ് ആണ് ട്രോപ്പനിൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഹാർട്ടിന്റെ മസിൽസ് ഡാമേജ് ആയോ ഇല്ലയോ എന്ന് അറിയുന്ന ടെസ്റ്റ് ആണ്. രണ്ടാമത്തെ ടെസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് തന്നെയാണ്, CKMB എന്ന് പറയും. ഇതും നിങ്ങളുടെ ഹാർട്ട് മസിൽസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ, ഇത് ഹാർട്ട് റിലേറ്റഡ് ആണോ എന്ന് അറിയുന്ന ടെസ്റ്റ് ആണ്. മൂന്നാമത്തെ ടെസ്റ്റ് ആണ് ECG. നമുക്ക് എല്ലാം അറിയാം, ഹാർട്ടിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയെ നോക്കുന്നതാണ്. ഈ റിതത്തിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിലോ ബ്ലോക്കേജ് ഉണ്ടെങ്കിലോ ഡോക്ടേഴ്സിന് ECG കാണുമ്പോൾ മനസ്സിലാകും. നാലാമത്തെ ടെസ്റ്റ് ആണ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ ഹാർട്ടിന്റെ പമ്പ് എങ്ങനെ പ്രോപ്പർലി ചെയ്യുന്നുണ്ടോ, ഹാർട്ട് പമ്പ് പ്രോപ്പർലി ചെയ്യുന്നോ ഉണ്ടോ എന്നുള്ള ഹാർട്ടിന്റെ അൾട്രാസൗണ്ട് എന്ന് പറയാം, അതിനെയാണ് എക്കോ കാർഡിയോഗ്രാം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രെഡ്മിൽ ടെസ്റ്റ് നമ്മൾ പറയാം, സ്ട്രെസ് ടെസ്റ്റ് അല്ലേ, അത് നിങ്ങൾ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹാർട്ട് എങ്ങനെ പമ്പ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്ന ടെസ്റ്റ് ആണ്. പിന്നെ ചെയ്യുന്ന ടെസ്റ്റ് ആണ് CT ആൻജിയോഗ്രാം, കൊറോണറി ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ കൊറോണറി ആർട്ടറിയിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതാണ് ആൻജിയോഗ്രാം ടെസ്റ്റ്. നിങ്ങൾ പ്രോപ്പർലി ഇങ്ങനെയുള്ള പെയിനുകൾ വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ പോയി പ്രോപ്പർ ഒരു മെഡിക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്യുവാൻ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അറ്റാക്കുകൾ അല്ലെങ്കിൽ അതുമൂലമുള്ള ഡെത്തുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ സാധാരണക്കാർ പോലും ഇത് മനസ്സിലാക്കിയിരിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെന്ന് വിശ്വസിക്കട്ടെ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.